നമസ്കാരം എല്ലാവർക്കും. എനിക്കും നിങ്ങളെപ്പോലൊരു ഫാൻ മൊമെൻ്റ് ആണ്. ഐ കാൺട്ട് വെയിറ്റ് ടു വാച്ച് ദ ഫിലിം ബിക്കോസ് ഈ സിനിമ രണ്ട് വിഷണറികളിൽ ഒത്തുചേരുന്ന ഒരു സിനിമയാണ്. ഒന്ന് മിസ്റ്റർ ശങ്കർ സാർ, ഒന്ന് മിസ്റ്റർ കമൽ സാർ. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ഈ രണ്ട് വിഷണറികൾ വാട്ട് ദേ ഹാവ് ലൈക്ക് മെയ്ഡ്. ആൻഡ് ഓൾസോ മൈ ബ്രദർ സിദ്ധാർത്ഥ് is also reuniting with Shankar sir. I can't wait to watch it. And Shankar sir always, as a filmmaker, Shankar sir വലുതായിട്ട് സ്വപ്നം കാണാൻ എപ്പോഴും പഠിപ്പിച്ചിരുന്നു. അതൊരു വലിയ ഇൻസ്പിറേഷനാണ് ടു ഡ്രീം ബിഗ്. പക്ഷേ എത്ര വലുതായാലും ശങ്കർ സാറിൻ്റെ സിനിമ എപ്പോഴും ഒരു സാധാരണക്കാരുടെ സിനിമയായിരുന്നു. സോ താങ്ക് യു ഗോകുല മൂവീസ് ഫോർ ലൈക്ക്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഇന്ത്യൻ വണ്ണിൻ്റെ സമയത്ത് ഏത് തിയേറ്ററിൽ ഏത് ക്ലാസ്സിലൊക്കെ ഇരുന്ന സിനിമ? ഞാൻ ഇന്ത്യൻ വൺ തിയേറ്ററിൽ കാണാൻ സാധ്യതയില്ല. എനിക്ക് 6 വയസ്സായിരുന്നു. ഇന്ത്യൻ വണ്ണിലെന്ന് ഒരു 6 വയസ്സ്, 1ാം ക്ലാസ്സിൽ. യെസ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൽ ഇന്ത്യൻ 2ൻ്റെ വീഡിയോ, എൻ്റെ ആദ്യമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് ഐ സോ കമൽ സാർ ആ പാട്ടിന് മുമ്പേ മോർഫ് ചെയ്ത് വന്ന് പറഞ്ഞിട്ട് ഐ വാസ് ലൈക്ക് ബ്ലോൺ അവേ വിത്ത്. സോ ദ ഫിലിം വാസ് എ വെരി ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം and I'm looking forward to watch ഇന്ത്യൻ 2-ൽ അത് കണ്ട ആള് ഇപ്പോൾ ഒരു സംവിധായകനായിട്ട് ഇന്ത്യൻ 2-ൽ നിന്ന് ശങ്കർ സാറിൽ നിന്ന് മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ലൈക്ക് കാണുന്നതിന് മുമ്പുള്ള ഒരു സംവിധായകന്റെ ഹൗ ബിഗ് ഈസ് ബിഗ് ഇനഫ്, ദാറ്റ് ഈസ് ശങ്കർ സാർ. അതാണ് എനിക്ക് ഐ വാണ്ട് ടു സീ ഹൗ ബിഗ് ഈസ് ബിഗ് ഇനഫ്, ദാറ്റ് ഐ വാണ്ട് ടു സീ. പക്ഷെ എത്ര വലുതാണ്, ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ സിനിമയാണ് ശങ്കർ സാർ. എല്ലാ നോർമൽ സിറ്റിസണിനെയും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന സിനിമ. ദാറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഹിസ് പെനിട്രേഷൻ ഇൻ ടു ദ പീപ്പിൾ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ the first feel which will come out of the theater is like you will carry Kamal sir with you. അല്ലേ, നിങ്ങൾ കമൽ സാറിനെ നെഞ്ചോട് ചേർത്തിട്ടാണ് സിനിമ ഇന്ന് തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങുന്നത്. അത് ഈ ഒരു റിയാക്ഷൻ അത് എഴുതുമ്പോഴോ ചെയ്യുമ്പോഴോ ഒക്കെ വിചാരിച്ചത് തന്നെയായിരുന്നു? തീർച്ചയായും. കാരണം ഞാനും ഒരു സാധാരണക്കാരനല്ല, ഞാനും ഒരു കമൽ ഫാനാണ്. അപ്പം എനിക്ക് അത് എഴുതുമ്പോഴേ എനിക്ക് അറിയാമായിരുന്നു കമൽ സാറിൻ്റെ പ്രസൻസ് വിൽ ബി എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഫോർ ദ ഫിലിം. ആൻഡ് അതൊരു സ്റ്റോറി ടെല്ലിങ്ങിനും അത് ഭയങ്കര ഉപകാരമായിരിക്കാൻ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഫിലിം. ഐ വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. So huge round of applause, ladies and gentlemen, for Chidambaram Sidhu. Looking forward for your all the other movies.